എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ലൈനിങ് എടുത്തിട്ടുണ്ട്. തുണി 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എത്രയാണോ യോക്കിന് ലെങ്ത്ത് കൊടുക്കാറ്, നമ്മൾ യോക്ക് കുർത്തിയൊക്കെ ചെയ്യുമ്പോൾ യോക്കിന് എത്രയാണോ ലെങ്ത്ത് കൊടുക്കാറ് ആ ലെങ്ത്ത് കൊടുക്കാം. 13.5 അല്ലെങ്കിൽ 14 ഓവർ ലെങ്ത്ത് കൂട്ടി കൊടുക്കരുത്. അപ്പോൾ ഒരു കാണുമ്പോൾ ഒരു അഭംഗിയായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ 13.5 അല്ലെങ്കിൽ 14 എടുക്കുക കേട്ടോ. നല്ല ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ 14 പ്രിഫർ ചെയ്യാം, അല്ലാത്തവർക്ക് 13.5 എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ താഴേന്ന് 13.5 മുകളിലേക്ക് മാർക്ക് ചെയ്യുകയാണ്. മുകളിലേക്ക് മാർക്ക് ചെയ്യാൻ കാരണം ക്ലോത്ത് ലെങ്ത്ത് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ താഴേന്ന് മുകളിലേക്ക് 13.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 5 ഇഞ്ചാണ് ഈ ഒരു സ്ട്രിപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതായത് ആ ഒരു കൈ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ആ കൈ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 5 ഇഞ്ചാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ നെക്കിന് നമ്മുടെ ഇറക്കത്തിലൊക്കെ ആയിട്ട് 5 ഇഞ്ചാണ് എടുക്കുന്നത്. 5 ഇഞ്ച് ഫ്രണ്ടിലേക്കും 5 ഇഞ്ച് ബാക്കിലേക്കും. അപ്പോൾ നിങ്ങൾക്കത് കുറച്ച് ഓവറാണെന്ന് തോന്നുകയാണെങ്കിൽ 4.5 എടുക്കാം, കുറച്ചുകൂടെ കൂട്ടിയെടുക്കണമെങ്കിൽ 5.5 എടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ എത്രയാണോ നെക്കിന് ഇറക്കം കൊടുക്കുന്നത് ആ ഇറക്കം എടുക്കണമെങ്കിൽ അങ്ങനെ. അപ്പോൾ നമ്മൾ 5 ഇഞ്ചാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ആ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഷോൾഡർ 7 ഇഞ്ചാണ്, 7.5 ഇഞ്ചാണ് ആംഹോൾ ഇതേപോലെ കുഴിച്ച് വരയ്ക്കുക. നമ്മൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വ്യത്യസ്തമായിട്ടൊന്നും വരയ്ക്കുന്നില്ല, ഒറ്റ ആംഹോളെ വരയ്ക്കുന്നുള്ളൂ. പിന്നെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് അളവ് 9 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെ ഷേപ്പ് 8 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ താഴെ നമ്മൾ 1 ഇഞ്ച് ഇതേപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കർവാക്കി വരയ്ക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കേർട്ട് പോർഷൻ വരുന്നത് ബോക്സ് പ്ലീറ്റഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ കർവും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു യോക്കിൻ്റെ പോർഷനിലെങ്കിൽ ഒരു കർവ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം തൂങ്ങിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്ത അളവിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 ഇഞ്ച് ലെങ്ത്തും 11 ഇഞ്ച് വിടുത്തുള്ള ഒരു പീസ്, ഒന്നല്ല 2 പീസ് ഇതുപോലെ വേണം നമുക്ക് സ്ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫ്രണ്ടിലേക്ക് ഇറക്കം കൊടുത്തത് 5 ഇഞ്ചാണ്, ബാക്കിലേക്ക് നമ്മൾ 5 ഇഞ്ചാണ് ഇറക്കം കൊടുത്തത്. അപ്പോൾ 10 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് 11 ഇഞ്ച് നമ്മൾ വിടുത്തെടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് എടുത്തത് നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ, അതായത് നമ്മൾ 3 ആക്കിയിട്ടാണ് മടക്കുക. ആദ്യം ഒരു സൈഡിൽ നിന്ന് മടക്കും, പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മടക്കും, എന്നിട്ട് ഒന്നിച്ച് മടക്കും. അപ്പോൾ ഈ ഒരു വിടുത്താണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിടുത്ത് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് 4 ഇഞ്ച് എടുക്കാം. വിടുത്ത് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് എടുത്തിട്ട് ഇതേപോലൊരു 2 സ്ട്രിപ്പ് അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ യോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കിലെ പീസിന് ഇതേപോലെ നല്ലൊരു ക്ലോത്ത് സെയിം അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ലൈനിങ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേസമയം നമുക്കൊന്ന് സെൻറ്റർ കണ്ടുപിടിക്കണം. സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കായിട്ട് നമ്മൾ 3 ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 3 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ നെക്ക് വിഡ്ത്താണ്. അപ്പോൾ നിങ്ങൾ എത്രയാണ് സാധാരണ നെക്ക് വിഡ്ത്ത് എടുക്കുക എന്ന് വെച്ചാൽ ആ നെക്ക് വിഡ്ത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലേക്ക് നമ്മൾ 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രിപ്പ് ഇതേപോലെ ഉള്ളിലൂടെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും, അതേപോലെ വെച്ച് കൊടുക്കുക, പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് അടുത്ത ആം ഹോളിൻ്റെ സൈഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഈ സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ഭാഗം വരുമ്പോൾ അത്യാവശ്യം 3-4 പ്രാവശ്യം ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. കാരണം ഒറ്റ സ്റ്റിച്ച് പോരാ, അല്ലാന്നുണ്ടെങ്കിൽ അത് ഇളകി വരും. അപ്പോൾ അതുകൊണ്ടൊരു 3-4 പ്രാവശ്യം എന്ത് ചെയ്യുക, ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാ സൈഡിലൊക്കെ വരുന്ന ക്ലോത്ത് കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് മറിച്ചെടുക്കുക. മറിച്ചെടുത്തിട്ട് നമ്മളിതൊന്ന് പതിച്ചടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈഡ് വശങ്ങളും എക്സ്ട്രാ ഉള്ള ക്ലോത്തുകളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫ്രണ്ടിലെ നല്ല ക്ലോത്ത് നമ്മൾ ലൈനിങ്ങിനേക്കാളും ഒരു 3 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടായിരിക്കണം. 3 ഇഞ്ച് എന്ന് പറയുന്നത് മടക്കി ഇടുമ്പോഴാണ് 3 ഇഞ്ച്. അപ്പോൾ നിവർത്തി ഇടുമ്പോൾ 6 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ഉണ്ടായിരിക്കണം. പക്ഷേ നമുക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് വർക്കും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്തു. സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ലൈനിൽ നിന്ന് 2 സൈഡിലേക്കും 3/4 ഇഞ്ച് വെച്ചിട്ട് നമ്മളതൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതൊരു റാൻഡം ആയിട്ടുള്ള അളവാണ്, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ 3/4 ഇഞ്ച് വരച്ചിട്ടുള്ള ലൈനിൽ തുടക്കം മുതൽക്ക് അവസാനം വരെ നമ്മൾ ഒരു നേരത്തെ സ്റ്റിച്ച്, അതായത് തറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പിൻ ടെക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ 2 സൈഡിലും ചെയ്യുന്നുണ്ട്, ലെഫ്റ്റും റൈറ്റും ഇതേപോലെ ചെയ്യുന്നുണ്ട്.
ഒരു പ്രാവശ്യം പിൻടെക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്തായിട്ട് നമ്മൾ പിന്നെയും ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെയും ഒരു പിൻടെക്ക് കൊടുക്കേണ്ടത്. അതായത് രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലും 2 തവണയായിട്ട് നമ്മൾ ഇതേപോലെ പിൻടെക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 3 ഇഞ്ച് വിഡ്ത്തുള്ളൊരു പീസ്, 3 ഇഞ്ച് വിഡ്ത്തിൽ അത്യാവശ്യം ലെങ്ത്തുള്ളൊരു പീസ് ഇതേപോലെ നമ്മൾ ആദ്യം ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്ക് മടക്കിയിട്ട് സൈഡ് മൊത്തമായിട്ട് ഈ ഒരു പീസിൻ്റെ മൊത്തം സൈഡ് അടിച്ചെടുക്കുക. അതിന് ശേഷം ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ വലിച്ചെടുക്കുക. അതായത് പ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ പ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പിൻടെക്ക് കൊടുത്ത് രണ്ട് സൈഡിലും നമ്മൾ പിൻടെക്ക് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ആ അവസാനത്തെ പിൻടെക്ക് കൊടുത്ത ഭാഗത്തു നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു. എന്നിട്ട് കുറച്ച് ക്ലോത്ത് ഉള്ളോട്ടേക്ക് മടക്കി വെച്ചിട്ട് ആ ഉള്ളോട്ട് മടക്കുന്ന ഭാഗത്ത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ പ്രില്ലടങ്ങിയ ആ ക്ലോത്ത് നമ്മൾ ഇപ്പം മടക്കി വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ നമ്മൾ രണ്ട് വശത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക. പ്രില്ല് നമ്മൾ ഇതേപോലെ 1.5 ഇഞ്ച് മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രില്ല് വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വിടുത്തുള്ള പീസ് ഇതേപോലെ സെൻറ്ററാക്കി വെച്ചിട്ട് നമ്മൾ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് മറിച്ചെടുക്കുക. അതായത് ചീത്ത വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്, അപ്പോൾ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ ഒരു ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കുമ്പോൾ 1 ഇഞ്ചാണ് വരിക. അപ്പോൾ ആ 1 ഇഞ്ച് ഇതേപോലെ 4 വശവും ഇതേപോലെ നന്നായിട്ട് സെക്യൂർ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ബട്ടൺ ഡീറ്റെയിൽസോ മിറർ വർക്കോ എന്തെങ്കിലും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ യോക്ക് നമ്മളെ എന്താ പറയുക ലൈനിങ്ങിൻ്റെ ക്ലോത്തുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വയ്ക്കുക. ലൈനിങ്ങിൻ്റെ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് 3 ഇഞ്ച് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ മാർക്ക് ചെയ്യുക. അവിടെ നമ്മൾ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കറക്റ്റ് ലൈനിങ്ങിൻ്റെ സെൻറ്ററും നമ്മുടെ ഇപ്പോൾ തയ്ച്ച് വെച്ചിട്ടുള്ള യോക്കിൻ്റെ സെൻറ്ററും കറക്റ്റ് സെൻറ്റർ ടു സെൻറ്റർ വരുന്ന രീതിയിൽ വെക്കുക. അവിടെ പിൻ കുത്തി കൊടുക്കുക. ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് അടുത്ത ആം ഹോളിൻ്റെ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രിപ്പ് വരുന്ന ഭാഗത്ത് ഒരു 3-4 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇളകി വരും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്യുക. കുഞ്ഞു കട്ട് കൊടുത്ത് മറിച്ചെടുക്കുക. പതിച്ചുകൂടി അടിക്കുക. ഇപ്പോൾ നമ്മുടെ യോക്കിൻ്റെ പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് പ്ലീറ്റഡ് എങ്ങനെയാണ് ചെയ്യുക. അതായത് സ്കേർട്ടിൻ്റെ ഭാഗം വരുന്നത് ബോക്സ് പ്ലീറ്റഡ് ആയിട്ടാണ്, ഇൻവേർട്ടഡ് ബോക്സ് പ്ലീറ്റഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 51 ഇഞ്ച് വിടുത്തുള്ള ഒരു പീസ്, അതായത് വിടുത്തുള്ള 2 പീസ്, 51 ഇഞ്ച് വിടുത്തും 35 ഇഞ്ച് ലെങ്ത്തുമാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. പക്ഷേ വിടുത്ത് ഒരു 48 അല്ലെങ്കിൽ 51 ഈ ഒരു ഇതിൽ കുറയാൻ പാടില്ല. അതിൽ കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കുറയാൻ പാടില്ല കേട്ടോ. ഒന്നെങ്കിൽ 48 അല്ലെങ്കിൽ 51 ഈ ഒരു വിടുത്ത് എന്തായാലും ഉണ്ടാവണം. അതൊന്നും കുറയാൻ വേണ്ടി പാടില്ല, കൂടിയ കുഴപ്പം. അതിൽ നിന്ന് നമ്മൾ ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പീസ് നമ്മൾ ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് 3 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വേണം എപ്പോഴും നമ്മൾ എടുക്കുന്ന അളവ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ 51 അല്ലെങ്കിൽ 54 അങ്ങനെ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കറക്റ്റ് 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം. അറ്റം വരെ 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് 3 ഇഞ്ച് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്യുക. എല്ലാ പോയിന്റിലും 3 ഇഞ്ച് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇതുപോലെ നമ്മൾ 2 പീസിലും മാർക്ക് ചെയ്യണം. അതായത് 2 പീസ് ഉണ്ടാവും, നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ട് 2 പീസ് ഉണ്ടാവും. ഈ 2 പീസിലും നമ്മൾ ഇതേപോലെ 3 ഇഞ്ച് വിടുത്തും 3 ഇഞ്ച് ലെങ്ത്തും മാർക്ക് ചെയ്യുക. ഇനി നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഇതേപോലെ ആദ്യത്തെ ഈ 3 ഇഞ്ച് മാറ്റിയിട്ട് രണ്ടാമത്തെ നടുക്കുള്ള 3 ഇഞ്ച് ഇതേപോലെ പിടിച്ചിട്ട് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതായത് ഈ 3 ഇഞ്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈന് കറക്റ്റ് വരുന്ന രീതിക്ക് ഇതേപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്തുള്ള നമ്മൾ മാർക്ക് ചെയ്ത അളവ് വിടുക. അതിൻ്റെ തൊട്ടടുത്തുള്ള അളവ് ഇതേപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിലും ഇതുപോലെ നമ്മൾ എടുക്കുക. പിന്നെ നമ്മൾ ആ സ്ട്രെൻഡർ വരെ, അതായത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നമ്മൾ കണ്ടിന്യൂഷനായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതായത് ഫ്രണ്ടിലെ പീസിലും ബാക്കിലെ പീസിലും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് പ്ലീറ്റഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ബോക്സ് പ്ലീറ്റഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ 3 ഇഞ്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അത് നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റ് ഈ ഒരു പീസ് ഇതേപോലെ സെൻറ്റർ ചെയ്തിട്ട് വെക്കുക. നിങ്ങളിപ്പോൾ കാണുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കറക്റ്റ് സെൻറ്റർ ചെയ്ത് വെച്ചിട്ട് ടോപ്പ് പോർഷനിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. ഒരു ലോങ് സ്റ്റിച്ച് ഇതേപോലെ സെൻറ്ററാക്കിയിട്ട് വെച്ചിട്ട് തുടക്കം മുതൽക്ക് അവസാനം വരെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കേർട്ടിൻ്റെ പോർഷൻ, അതായത് ഫ്രണ്ടിലെ പോർഷൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ യോക്കിൻ്റെ സെൻറ്റർ ചെറിയ കട്ട് കൊടുക്കുക. സെൻറ്റർ ടു സെൻറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യോക്ക് ഇതിൽ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിലും യോക്ക് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 ഇഞ്ച് വിടുത്തുള്ള അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്.
അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഒന്ന് സൈഡ് അടിച്ചിട്ട് മറിച്ചെടുക്കുന്നുണ്ട്. മറിച്ചെടുത്തിട്ട് നമ്മൾ ഈ യോക്കും സ്കേർട്ടും കൂടി അറ്റാച്ച് ചെയ്ത ആ ഭാഗത്ത് നമ്മളിത് വെച്ചിട്ട്, അതായത് 4 വശത്തും കൂടി ഇതൊന്ന് വെച്ച് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു എന്താ പറയുക അടിച്ചിട്ട് മറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റിച്ച് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഒന്ന് അയൺ ചെയ്തും കൂടി എടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പുറമേക്ക് ആ ഒരു സ്റ്റിച്ച് കാണില്ല കേട്ടോ. ഇത് നമുക്കൊരു റെഫറൻസ് ആയിട്ട് തന്നിട്ടുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു റെഫറൻസ് ആയിട്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആ ഒരു റെഫറൻസിൽ ബാക്കിലും ഇതേപോലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ബാക്കിൽ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കിലും ഇതേപോലെ ഹൈലൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ താഴ്വശം, അതായത് സ്കേർട്ടിൻ്റെ താഴ്വശം ഫ്രണ്ടിലും ബാക്കിലും മടക്കി തയ്ക്കുക. നമ്മുടെ അളവ് പ്രകാരം സൈഡും കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ അതും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.